പോളണ്ട് സന്ദർശിച്ചു കഴിഞ്ഞ ശേഷം റോഡ് മാർഗം ലിത്വാനിയയിലേക്ക് എത്തി. പോളണ്ടിന്റെ തലസ്ഥാനമായ വാഴ്സയിൽ നിന്ന് ലിത്വാനിയയുടെ തലസ്ഥാനമായ വിൽനിയസിൽ എത്തുന്നതിന് മുമ്പ് ലിത്വാനിയയുടെ മധ്യഭാഗത്ത് ഏതാണ്ട് തെക്കുമാറിയുള്ള കൗനാസ് എന്ന നഗരത്തിലാണ് ഞങ്ങൾ ആദ്യം സന്ദർശിച്ചത്. ലിത്വാനിയ, ലാത്വിയ, എസ്റ്റോണിയ എന്നീ 3 രാജ്യങ്ങളെയും ബാൾട്ടിക് രാജ്യങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പ്രത്യേകമായ ഒരു ബാൾട്ടിക് സംസ്കാരധാര ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. 1918 റഷ്യൻ സാമ്രാജ്യത്തിൽ നിന്നും പിന്നീട് 1991 സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയതിന് പേരുകേട്ട ഒരു പ്രത്യേക രാഷ്ട്രീയ മേഖലയാണ് ബാൾട്ടിക് രാജ്യങ്ങൾ. ബാൾട്ടിക് കടലിന്റെ കിഴക്കേ അറ്റത്ത് വടക്കൻ യൂറോപ്പിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. വാഴ്സയിൽ നിന്ന് കൗനാസിലേക്ക് 411 കിലോമീറ്റർ ദൂരമുണ്ട്. വടക്ക് ലാത്വിയ, കിഴക്ക് ബെലാറസും പോളണ്ടും, തെക്കു പടിഞ്ഞാറ് റഷ്യയുടെ ഭാഗമായ കാലിനിൻഗ്രാഡ് എന്നിവയാണുള്ളത്. രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ട് യാത്ര തിരിച്ച ഞങ്ങൾ ഉച്ചഭക്ഷണത്തിനായി സുവാൽക്കി എന്ന മനോഹര നഗരത്തിലാണ് ഇറങ്ങിയത്. സുവാൽക്കി പോളണ്ടിനകത്ത് തന്നെയുള്ള ഒരു പുരാതന നഗരമാണ്. കൂടാതെ പോളണ്ടിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശവും ഇതാണ്. സുവാൽക്കിയിൽ ഈ ബെഞ്ചിൽ കാൽവെച്ച് ഇങ്ങനെ ഇലക്ട്രിക് ഗിറ്റാർ വായിക്കുന്ന പ്രതിമ ഒരു യഥാർത്ഥ വ്യക്തിയെ പ്രതിനിധീകരിക്കുന്നില്ല. പ്രസിദ്ധമായ ബ്ലൂസ് മാൻ എന്ന ഒരു വെങ്കല ശില്പമാണ് ഇത്. ഇതെല്ലാ സംഗീതകാരന്മാരെയും ആദരിക്കുന്നതിനു വേണ്ടിയും സഞ്ചാരികൾക്കൊരു ഫോട്ടോ പോയിന്റായും നിർമ്മിച്ചതാണ്. ഇവിടെ ഇരുന്ന് ഞാനും ഒരു ഫോട്ടോ എടുത്തു. സുവാൽക്കിയിൽ തന്നെയുള്ള ഈ പ്രതിമ ജോസഫ് പിൽസുഡ്സ്കി എന്ന 1918 പോളണ്ടിന്റെ ചീഫ് ഓഫ് സ്റ്റേറ്റായും ആദ്യത്തെ മാർഷലായും സേവനമനുഷ്ഠിച്ച അവരുടെ രാഷ്ട്രപിതാവ് എന്ന് പറയാവുന്ന വ്യക്തിയാണ്. ലിത്വാനിയ നാറ്റോയിലും യൂറോപ്യൻ യൂണിയനിലും അംഗമാണ്. 34 ലക്ഷം മാത്രമാണ് ജനസംഖ്യ. തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവും വിൽനിയസ് ആണ്. 1920 ശേഷം പോളണ്ട് വിൽനിയസ് പിടിച്ചെടുത്ത് പോളണ്ടിന്റെ ഭാഗമാക്കി മാറ്റിയിരുന്നു. അപ്പോൾ കൗനാസ് ആയിരുന്നു ലിത്വാനിയയുടെ തലസ്ഥാനം. കൗനാസ് ആണ് രണ്ടാമത്തെ വലിയ നഗരവും. നെറിസ്, നെമുനാസ് എന്നിങ്ങനെ 2 നദികളുടെ സംഗമസ്ഥാനമാണ് കൗനാസ്. കൗനാസ് നഗരം നടന്നു കാണാവുന്ന മനോഹരമായ ചരിത്രപരമായ കെട്ടിടങ്ങളും പ്രശസ്തമായ സിറ്റി മാർക്കറ്റും ഉൾക്കൊള്ളുന്ന ഒരു മനോഹര നഗരമാണ്. സെന്റ് മൈക്കിൾ അഥവാ ഗാരിസൺ ചർച്ചിന്റെ മുന്നിൽ നിന്ന് കൗനാസ് കാസിൽ വരെ 3.5 കിലോമീറ്റർ നടക്കാനുണ്ട്. സെന്റ് മൈക്കിൾ ചർച്ചിന്റെ മുന്നിൽ നിന്ന് തുടങ്ങുന്ന 1.6 കിലോമീറ്റർ ദൈർഘ്യമുള്ള കാൽനട ബുളവാർഡ് ഓൾഡ് ടൗൺ വരെ നീണ്ടു കിടക്കുന്നു. 2 വരികളായി മരങ്ങളും അതിന് നടുവിലും പുറമേയും നടപ്പാതകളുമുള്ള മനോഹരമായ ലൈസ് വെസ് അലൈജ എന്ന ലിബർട്ടി അവന്യൂ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന കൗനാസിലെ ഏറ്റവും പ്രസിദ്ധമായ ബുളവാർഡാണ്. ഞങ്ങൾ ചെന്നപ്പോൾ ശീതകാലം മാറി വരുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ മരങ്ങളിൽ പുതുനാമ്പുകളൊന്നും ആയിട്ടില്ല. ഉണങ്ങിയതുപോലെയാണ് ആ മരങ്ങൾ നിന്നത്. നഗരത്തിലെ പ്രശസ്തമായ കടകളും കഫേകളും ചരിത്ര നിർമ്മിതികളും ഈ ഭാഗത്താണുള്ളത്. ലൈസസ് അലജയിലെ ഫ്രീഡം അവന്യൂവിലുള്ള ഈ ശില്പത്തിന് പെർമാസ് ഫിലിമാസ് എന്നാണ് പേര്. അതായത് ഫസ്റ്റ് മൂവി. ലിത്വാനിയയിൽ 1931 പുറത്തിറങ്ങിയ ആദ്യ മുഴുനീള ഫീച്ചർ ഫിലിമിന്റെ 90ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇത് നിർമ്മിച്ചത്. ഈ ശില്പത്തിന്റെ പേര് ഷ്മോഗസ്, അതായത് ദി മാൻ. പ്രശസ്ത ലിത്വാനിയൻ ശില്പിയായ പെട്രാസ് മസൂറസ് സൃഷ്ടിച്ച ഇത്തരം ശില്പങ്ങൾ നഗരത്തിൽ നിരവധിയുണ്ട്. ഇത് വെറുമൊരു ഗോളമല്ല. ഇറ്റാലിയൻ കലാകാരനായ അൽനാഡോ പൊമഡോറയുടെ പ്രശസ്തമായ വെങ്കല ശില്പ പരമ്പരയിൽപ്പെട്ടതാണ്. സ്ഫിയർ വിത്തിൻ സ്ഫിയർ എന്നാണ് ഇതിൻ്റെ പേര്. ആധുനിക ലോകത്തിൻ്റെ സങ്കീർണതയും ദുർബലതയും ആന്തരിക കുഴപ്പങ്ങളും ബാഹ്യപൂർണതയും തമ്മിലുള്ള വ്യത്യാസം, പഴയ യുഗത്തിൽ നിന്നും പുതിയതിലേക്കുള്ള മാറ്റം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു എന്നാണ് അവർ പറയുന്നത്. സത്യം പറയാമല്ലോ, ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രതിബിംബവും അവിടെ ചുറ്റുമുള്ള കെട്ടിടങ്ങളുമൊക്കെ കാണാൻ കഴിഞ്ഞു. അത്രയൊക്കെ മനസ്സിലായുള്ളൂ. ഫ്രീഡം മോണ്യുമെന്റ് എന്ന് വിളിക്കുന്ന കൗനാസിലെ ഈ ശില്പം സ്വാതന്ത്ര്യത്തെ പ്രതിനിധീകരിക്കുന്ന ചിറകുള്ള ഒരു സ്ത്രീരൂപമാണ്. രാഷ്ട്രം അടിച്ചമർത്തലിൽ നിന്ന് മോചിതമായി അതിന്റെ സ്വാതന്ത്ര്യം പ്രാപിച്ചതിനെ ആ പ്രതിമയുടെ കയ്യിലെ തകർന്ന ചങ്ങലകൾ പ്രതിനിധാനം ചെയ്യുന്നു. ലിത്വാനിയയുടെ സ്വാതന്ത്ര്യത്തിന്റെ 10ാം വാർഷികത്തിന്റെ സ്മരണയ്ക്ക് 1928 ഇത് നിർമ്മിച്ചത്. കൗനാസിലെ പോസ്റ്റ് കാർഡുകളിലും സുവനീറുകളിലും വ്യാപകമായി വിൽക്കപ്പെടുന്നതാണ് സ്റ്റാച്യു ഓഫ് വുമൺ എന്ന ഈ ശില്പത്തിന്റെ ചിത്രങ്ങൾ. ഇതാണ് കൗനാസ് പിക്ചർ ഗാലറി.
ഇതൊരു ആർട്ട് മ്യൂസിയമാണ്. ലിത്വാനിയൻ കലാകാരന്മാരുടെ കൂടാതെ പല വിദേശ കലാകാരന്മാരുടെയും ചിത്രങ്ങളും മറ്റ് സൃഷ്ടികളും ഈ ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ലിത്വാനിയ കലാകാരന്മാരുടെ നാടാണെന്ന് അവിടുത്തെ വലിയ കെട്ടിടങ്ങളുടെ ചുവരുകൾ പോലും സൂചിപ്പിക്കുന്നു. ഈ കാണുന്നത് ജൂത മ്യൂസിയവും ജൂതപ്പള്ളിയുമാണെങ്കിലും ഇവിടെ ഇപ്പോൾ ജൂതന്മാർ ആരും തന്നെ ഇല്ല. ഒരു കാലത്ത് ജൂത സമൂഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാസസ്ഥലമായിരുന്നു കൗനാസ്. അതുകൊണ്ട് തന്നെ ലിത്വാനിയയുടെ ജെറുസലേം എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. 1940 സോവിയറ്റ് യൂണിയൻ ലിത്വാനിയ പിടിച്ചടക്കിയതിന്റെ ഫലമായി ജൂത സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും മതപരവും സാംസ്കാരികവുമായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും 100 കണക്കിന് ജൂതന്മാരെ സൈബീരിയയിലേക്ക് നാടുകടത്തുകയും ചെയ്തു. താൻ ജനിച്ചത് ദൈവമില്ലാത്ത കാലത്താണെന്നാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത്. അതായത് അവരുടെ രാജ്യം സോവിയറ്റ് ആധിപത്യത്തിലുള്ള സമയമാണല്ലോ. എന്നാൽ ഇപ്പോൾ അവർക്ക് ദൈവം ഉണ്ടത്രേ. അവിടെ കൗനാസ് കാസിൽ മധ്യകാലത്തിലെ വളരെ പ്രധാനപ്പെട്ട ചരിത്രപരമായ നിർമ്മിതിയാണ്. 14-ാം നൂറ്റാണ്ടിൽ ഗോഥിക് ശൈലി നിർമ്മിച്ചതാണ് എന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നു. പക്ഷേ ഇത് പിന്നീട് പലതവണ തകർക്കപ്പെട്ടു. അതിൻ്റെ 1/3 ഭാഗം മാത്രമാണ് അവശേഷിച്ചിരുന്നത്. കുറച്ചു കാലം അത് പ്രഭു വസതിയായും പിന്നീട് യുദ്ധത്തടവുകാർക്കുള്ള ജയിലായും ഒക്കെ മാറി. സമീപത്തുകൂടി ഒഴുകുന്ന നദി നെറിസ് നദിയാണ്. അത് 1611 കോട്ടയുടെ ഒരു ഭാഗം വെള്ളത്തിൽ മുക്കിയത്രേ. കോട്ടയുടെ സമീപത്താണ് നെമുനാസ് നദിയുടെയും നെറീസ് നദിയുടെയും സംഗമസ്ഥാനം. കൗനാസിൽ നിന്ന് നേരെ പോയത് തലസ്ഥാനമായ വിൽനിയസിലേക്കാണ്. വിൽനിയസിന് പേര് ലഭിച്ചത് സമീപത്തുകൂടി ഒഴുകുന്ന വിൽനിയ എന്ന നദിയുടെ പേരിൽ നിന്നാണ്. നഗരമധ്യത്തിൽ തന്നെ ആയിരുന്നു ഞങ്ങളുടെ ഹോട്ടൽ. ലിത്വാനിയൻ ഭക്ഷണം ഹൃദ്യവും ഉരുളക്കിഴങ്ങ്, റൂട്ട് പച്ചക്കറികൾ, പന്നിയിറച്ചി എന്നിവയിൽ വേരൂന്നിയതുമാണ്. കൂടാതെ പാലുൽപ്പന്നങ്ങളും തണുത്ത ബീറ്റ്റൂട്ട് സൂപ്പ്, വെളുത്തുള്ളി ചേർത്ത വറുത്ത ബ്രെഡ് എന്നിവ ലിത്വാനിയയുടെ തനത് പ്രസിദ്ധ വിഭവങ്ങളാണ്. എന്തൊക്കെയാണെങ്കിലും ഉരുളക്കിഴങ്ങില്ലാത്ത ഒരു വിഭവവും അവിടെ ഇല്ലെന്ന് തന്നെ പറയാം. അവർ ഉരുളക്കിഴങ്ങും കൂട്ടി ഉരുളക്കിഴങ്ങ് കഴിക്കുമെന്നാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത്. രാവിലെ നനുത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ആ പരിസരങ്ങളൊക്കെ കാണാൻ ഇറങ്ങി. വളരെ മനോഹരമായിരുന്നു ആ നഗരത്തിൻ്റെ പ്രഭാത കാഴ്ചകൾ. അവിടെ ഓൾഡ് ടൗൺ ഏരിയ യുനെസ്കോ ലോക പൈതൃക സ്ഥലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വടക്കേ യൂറോപ്പിലെ ഏറ്റവും പഴയ പട്ടണങ്ങളിൽ ഒന്നാണ് വിൽനിയസ് ഓൾഡ് ടൗൺ. ചലനാത്മകമായ വളവുകളും തിരിവുകളും ഓവലാകൃതിയുള്ള മനോഹരമായ നിർമ്മിതികളും ഗംഭീരമായ പടിക്കെട്ടുകളും നാടകീയത സൃഷ്ടിക്കാൻ രൂപകൽപ്പന ചെയ്ത തീവ്രമായ പ്രകാശ നിഴൽ സംയോജനങ്ങളും ഒക്കെ ചേർന്നതാണ് ഈ നഗരത്തിലെ നിർമ്മിതികൾ. ഓൾഡ് ടൗണിലെ ഈ പ്രതിമ ഡോക്ടർ ജാൻ ബെസനോവിച്ച് എന്ന ലിത്വാനിയൻ ദേശീയ പുനരുജ്ജീവനത്തിന്റെ നേതാവായിരുന്ന വ്യക്തിയുടേതാണ്. അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ഈ സ്ക്വയറിനും നൽകിയിരിക്കുന്നത്. ഈ പഴയ നഗരത്തിൽ നിരവധി കത്തോലിക്ക, ലൂഥറൻ, ഓർത്തഡോക്സ് പള്ളികൾ, റെസിഡൻഷ്യൽ വീടുകൾ, സാംസ്കാരിക വാസ്തുവിദ്യാ സ്മാരകങ്ങൾ, മ്യൂസിയങ്ങൾ ഇവയൊക്കെയുണ്ട്. പൈലി സ്ട്രീറ്റ് ആണ് ഓൾഡ് ടൗണിലെ പ്രധാന വഴിത്താര. വിൽനിയസ് ഓൾഡ് ടൗണിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിൽനിയസ് കാസിൽസ് സ്റ്റേറ്റ് കൾച്ചറൽ റിസർവ് ആണ് ഈ കുന്നിന്റെ മുകളിൽ കാണുന്നത്. ഇത് രാജ്യത്തിന്റെ ചരിത്രപരവും സാംസ്കാരികവും ആത്മീയവുമായ ഹൃദയസ്ഥാനത്ത് വർത്തിക്കുന്നു. ഗഡുമിനാസ് കാസിൽ ടവർ നഗരത്തിന്റെ വിശാലമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന അപ്പർ കാസിലിന്റെ ശേഷിക്കുന്ന ഭാഗമാണ്. ഓൾഡ് ടൗണിലെ ഒരു പ്രധാന ഭാഗമാണ് ലിത്വാനിയയിലെ ഗ്രാൻഡ് ഡ്യൂക്കുകളുടെ കൊട്ടാരം. ഇത് ഗഡുമിനാസ് കുന്നിന്റെ ചുവട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനു മുന്നിലായുള്ള ഈ കുതിരയ്ക്ക് മുന്നിൽ നിന്ന് നഗരത്തെ ആശീർവദിച്ചുകൊണ്ട് നിൽക്കുന്ന ശില്പം 14-ാം നൂറ്റാണ്ടിൽ ലിത്വാനിയ ഭരിച്ചിരുന്ന ഗഡുമിനാസ് പ്രഭുവിൻ്റെതാണ്. വിൽനിയസ് ആർച്ച് കത്തീഡ്രൽ ബസിലിക്കയും ബെൽ ടവറും ഉൾക്കൊള്ളുന്ന നഗരത്തിന്റെ പ്രധാന കേന്ദ്ര ബിന്ദുവാണ് കത്തീഡ്രൽ സ്ക്വയർ. അതിനു മുന്നിലായുള്ള ഈ ബെൽ ടവറിന്റെ മുകളിൽ കയറാൻ കഴിയും. €6 ടിക്കറ്റ്. ഓൾഡ് ടൗണിലെ ചരിത്രപരമായ ടൗൺ ഹാൾ ഇതാണ്. അതുകൊണ്ട് തന്നെ ഇവിടം ടൗൺ ഹാൾ സ്ക്വയർ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ നിയോ ക്ലാസിക്കൽ ശൈലിയിൽ പുനർനിർമ്മിച്ചിട്ടുള്ള ഈ കൊട്ടാരം പണ്ട് 14-ാം നൂറ്റാണ്ടിൽ ഗോഥിക് ശൈലിയിലുള്ളതായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ്, ബ്രിട്ടനിലെ രാജ്ഞി തുടങ്ങിയവർ സന്ദർശിക്കുമ്പോൾ ഈ ഹാൾ ഉപയോഗിക്കാറുണ്ട്. ഇത് പഴയ പട്ടണത്തിലെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രം കൂടിയാണ്. നഗരത്തിലെ മറ്റൊരു പ്രധാന പള്ളിയാണ് ചർച്ച് ഓഫ് സെന്റ് പീറ്റർ ആൻഡ് സെന്റ് പോൾ. പുറമേ നിന്ന് കാണും പോലെ അല്ല. ആഭരണങ്ങളുടെയും അലങ്കാരങ്ങളുടെയും ശേഖരം അതിബൃഹത്താണ്. 1941 മുമ്പ്, അതായത് 2ാം ലോക മഹായുദ്ധത്തിന് മുമ്പ്, വിൽനിയസ് പൗരന്മാർക്ക് തെക്കു പടിഞ്ഞാറുള്ള പനേരിയു ഒരു മനോഹരമായ വേനൽക്കാല വിനോദ കേന്ദ്രമായിരുന്നു. അത് മനോഹരമായ ഒരു പൈൻമരക്കാടായിരുന്നു. എന്നാൽ ഇന്നത് അവിടെ സന്ദർശിക്കുന്ന ആരെയും നൊമ്പരപ്പെടുത്തുന്ന ഒരു ഹോളോകോസ്റ്റ് സ്മാരക സ്ഥലമാണ്. ഒരു വംശഹത്യയുടെ നടുക്കുന്ന
ഓർമ്മകൾ പേറുന്ന ഒരിടം. 1941 സോവിയറ്റ് സൈന്യം പനേരിയു റെയിൽവേ സ്റ്റേഷന് സമീപം ഇന്ധന സംഭരണത്തിനായി ഭൂമിയിൽ കുഴിച്ച 7 ടാങ്കുകൾ കുറച്ചു മാസങ്ങൾക്ക് ശേഷം ലിത്വാനിയ നാസികൾ കൈവശപ്പെടുത്തിയതോടെ കുഴികൾ മറ്റൊരാവശ്യത്തിന് അവർ ഉപയോഗിച്ചു. വംശഹത്യ ചെയ്തുകൊണ്ട് 100,000-ഓളം ആളുകളെ അവർ കൊന്നൊടുക്കി. എന്നിട്ട് ആ കൂട്ടക്കൊലയുടെ ഇരകളുടെ ശവശരീരങ്ങൾ ഈ കുഴികളിൽ തള്ളി. തെളിവ് നശിപ്പിക്കാൻ കുറേയേറെ കത്തിച്ചു കളഞ്ഞു. ഇരകളിൽ 2/3 ഭാഗവും ജൂതന്മാരായിരുന്നു. അതിൽ കൊല്ലപ്പെടാതെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്ന തടവുകാർ പലരും വെറും സ്പൂണുകളുടെ സഹായത്തോടെ തുരങ്കം നിർമ്മിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത് മറ്റൊരു ഐതിഹാസിക ചരിത്രമാണ്. അതിൽ തന്നെ നിരവധി പേർ കാവൽക്കാരുടെ വെടിയേറ്റ് മരിച്ചു. 80 തൊഴിലാളികൾ അങ്ങനെ ജയിലിലുണ്ടായിരുന്നതിൽ 1 ഡസൻ മാത്രമാണ് ഈ ഭയാനകമായ സ്ഥലത്ത് നിന്ന് ഈ വിധത്തിൽ രക്ഷപ്പെട്ടത്. ഈ വംശഹത്യയുടെ ഓർമ്മയ്ക്കായി ഒരു നക്ഷത്രം സ്ഥാപിച്ച സ്തൂപം ഈ മ്യൂസിയത്തിലുണ്ട്. 1960 ഇവിടെ ഇങ്ങനെയൊരു തുറന്ന മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത്. ആളുകളെ കൊലപ്പെടുത്തിയ കുഴികൾ, ഇരകളെ തടവിലാക്കിയ സ്ഥലങ്ങൾ, വ്യത്യസ്ത സ്മാരകങ്ങളൊക്കെയായി ഇവിടെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വല്ലാത്ത വേദന അവശേഷിക്കും. പനേരിയുവിൽ നിന്ന് 25 കിലോമീറ്റർ മാറിയാണ് ട്രാക്കായ് കാസിൽ. ലിത്വാനിയയിലെ ട്രാക്കായിൽ ഗാൽവേ തടാകത്തിലെ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് ട്രാക്കായ് ഐലൻഡ് കാസിൽ. പലതവണ പല ആക്രമണങ്ങളിൽ ഈ കോട്ടയ്ക്ക് നാശം സംഭവിച്ചെങ്കിലും പുനർനിർമ്മിച്ച് അത് കാലാതിവർത്തിയായി അവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. 1961 അവസാനമായി പുനർനിർമ്മിച്ചതെങ്കിലും ഇപ്പോഴും അത് 15-ാം നൂറ്റാണ്ടിന്റെ ശൈലിയിൽ നിലനിർത്തിയിരിക്കുന്നു. ഗാൽവേ തടാകത്തിന് നടുവിലുള്ള ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കൻ യൂറോപ്പിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഏക ദ്വീപ് കോട്ടയാണിത്. ചുവന്ന ഇഷ്ടികകൾ ഉപയോഗിച്ച് ഗോഥിക് ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കൊട്ടാരം, കോൺവെന്റ്, പ്രതിരോധത്തിനായി നിർമ്മിച്ച കോട്ടമതിൽ, കൂറ്റൻ ഗോപുരം ഇവയൊക്കെയാണ് ഇതിലെ പ്രധാന ഭാഗങ്ങൾ. ഗാൽവേ തടാകം അതിന്റെ തെളിഞ്ഞ വെള്ളത്തിനും മനോഹരമായ പ്രകൃതി ഭംഗിക്കും പേര് കേട്ടതാണ്. ഇപ്പോൾ ഞങ്ങൾ അതിലെ തടിപ്പാലത്തിലൂടെയാണ് നടന്നു പോയത്. എങ്കിലും ശൈത്യകാലത്ത് തടാകം പൂർണ്ണമായും തണുത്തുറയുമ്പോൾ കാൽനടയായി പാലമില്ലാതെ കോട്ടയിൽ എത്തിച്ചേരാൻ കഴിയും. ഇന്ന് അത് ലിത്വാനിയൻ ചരിത്രം വിളിച്ചോതുന്ന ഒരു മ്യൂസിയമായി പ്രവർത്തിക്കുന്നു. പഴയകാല നാണയങ്ങൾ, ആയുധങ്ങൾ, തടവുകാരെ ശിക്ഷിക്കുന്ന ഉപകരണങ്ങൾ, പുരാതന വസ്തുക്കൾ, കലാരൂപങ്ങൾ എന്നിവ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ തടാകത്തിൽ ബോട്ടിംഗ്, കയാക്കിംഗ് തുടങ്ങിയ വിനോദസഞ്ചാര പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ലിത്വാനിയയിലെ സിയോലിയ നഗരത്തിന് ഏകദേശം 12 കിലോമീറ്റർ വടക്ക് ഭാഗത്തുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കുരിശുകളുടെ കുന്ന്. ഇവിടെ എന്നു മുതലാണ് കുരിശുകൾ സ്ഥാപിച്ചു തുടങ്ങിയതെന്ന് കൃത്യമായ അറിവില്ലെങ്കിലും കന്യാമറിയത്തിന്റെ പ്രതിമകളും കുരിശുകളും, പലതരത്തിലുള്ള കൊത്തുപണികൾ ചെയ്ത പ്രതിമകളും ജപമാലകളും ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാറുണ്ട്. കുരിശുകൾ നിരവധി ഉണ്ടെങ്കിലും ഇതൊരു സെമിത്തേരി അല്ല. റഷ്യൻ സാമ്രാജ്യത്തിനെതിരെ പൊരുതി മരിച്ച വിമത സൈനികരുടെ മൃതദേഹങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയാതെ വന്നതിനാൽ ബന്ധുക്കൾ അവരുടെ ശരീരം അടക്കം ചെയ്ത ഇടമെന്ന് സങ്കല്പിച്ച് ഈ കുന്നിൽ കുരിശുകൾ സ്ഥാപിക്കാൻ തുടങ്ങി. പിന്നീട് അതൊരു പ്രതീകാത്മക രീതിയിലുള്ള പ്രതിഷേധ സൂചകമായി ഇന്നും തുടരുന്നു. ചെറുതും വലുതുമായ ലക്ഷക്കണക്കിന് കുരിശുകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ലിത്വാനിയ പ്രകൃതി, പുതുമ, സാംസ്കാരിക ചൈതന്യം എന്നിവയ്ക്ക് പ്രശസ്തമാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ഭാഷയ്ക്ക് സമാനമായ ഭാഷകളിൽ ഒന്നാണ് ലിത്വാനിയൻ. ദി ബാൾട്ടിക് ജെം എന്നാണ് ലിത്വാനിയ അറിയപ്പെടുന്നത്. പുരാതന പാരമ്പര്യങ്ങളുടെയും ആധുനിക സാങ്കേതിക വിദ്യയുടെയും സംരക്ഷിത പ്രകൃതിയുടെയും ഒരു സമ്പൂർണ്ണ മിശ്രിതമായിട്ടാണ് ലിത്വാനിയയെ പലപ്പോഴും കാണുന്നത്. ഇനി യാത്ര ലാത്വിയയിലേക്കാണ്. ഈ വിവരണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ചെയ്യുക, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.